ഹായ് ഓൾ, ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ആസ്പയർ കേരള, ആസ്പയർ കേരള എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതും എങ്ങനെയാണ് ആസ്പയർ കേരള ഒരു കാൻഡിഡേറ്റിന് സക്സസ്ഫുൾ ആയി ജോബ് കൊടുക്കുന്നുള്ളതും ഉള്ളതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആസ്പയർ കേരളയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. ധനൂജ് എന്നാണ് എൻ്റെ പേര്. ആസ്പയർ കേരള ഒരു കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് സർവീസ് ആണ്. ഏകദേശം 7.5 വർഷമായി സക്സസ്ഫുൾ ആയി പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ്. ആസ്പയർ കേരളയിൽ കാൻഡിഡേറ്റ്സിന് എങ്ങനെ ജോബ് കൊടുക്കാം എന്നുള്ളതിൽ ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. എന്ത് ടൈപ്പ് ജോബാണ് അവർ നോക്കുന്നത്, എങ്ങനത്തെ ടൈപ്പ് ജോബുകളാണ് എന്നുള്ളതാണ്. അതിൽ അവരുടെ എക്സ്പെക്ടേഷനിൽ മീറ്റ് ചെയ്യുന്ന ജോബ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് അവരെ കൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ശേഷം നമ്മൾ അവരുടെ ഫോർമാലിറ്റീസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വരും. അതും കോമൺ ഗ്രൂപ്പ് അല്ല, ലേഡീസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അജില്ല ബേസ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടമാനം വേക്കൻസി എന്നതിലുപരി അവർ നോക്കുന്ന ടൈപ്പ് എക്സാക്ട് ആയിട്ടുള്ള 50% മാച്ചിങ് ആയിട്ടുള്ള ജോബ്സുകളായിരിക്കും ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആകുന്നത്. ആ ജോബ് ഗ്രൂപ്പിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആകുന്ന ജോബ് വേക്കൻസി അവരെ അസിസ്റ്റ് ചെയ്യാൻ മാത്രം ഒരു കരിയർ കൺസൾട്ടന്റ് ഉണ്ടാവും. അതായത് നിങ്ങളെ ജോബ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കരിയർ കൺസൾട്ടന്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു ജോബ് സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കരിയർ കൺസൾട്ടൻസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ട്രെയിനിങ് ആണ് തരേണ്ടതെന്നുള്ളതും അവർക്ക് എങ്ങനെ നമുക്ക് ജോബ് ക്രാക്ക് ചെയ്യാന്നുള്ളതും അവർ പ്രത്യേകിച്ച് സ്കിൽഡ് ആണ്. അവർ നിങ്ങളെ ജോബ് വേക്കൻസി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ സംസാരിക്കുന്നു. കമ്പനിയിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണയായി വരുന്ന ഒരുപാട് മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് കുറയും. കാരണം നമ്മൾ സ്വന്തമായി ജോബ് കണ്ടെത്തുമ്പോൾ പലപ്പോഴും അറിയാം, നമുക്ക് ഇന്റർവ്യൂ പോകുമ്പോഴായിരിക്കും സാലറി അറിയുന്നത്, അല്ലെങ്കിൽ ജോബ് അറിയുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ജോബ് ആയിരിക്കത്തില്ല ഇന്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പോരായ്മകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ജോബിലേക്ക് ഇന്റർവ്യൂ ഇടുകയാണ് ആസ്പയർ കേരള ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്കാർക്ക് CV ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഇന്റർവ്യൂസിന്റെ കാര്യങ്ങൾ. അപ്പം ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് സെലക്ട് ആകാതെ നിന്നാൽ പോലും ആസ്പയർ കേരളയുമായി വർഷങ്ങളായി പരിചയമുള്ള കമ്പനികളുണ്ട്. അവരും അവരുടെ അടുത്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. റെക്കമെൻഡ് ചെയ്ത് പലരെയും നമ്മളിവിടെ കേട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ആയിട്ടുള്ള ജോബ് അല്ലെന്നുണ്ടെങ്കിൽ കരിയർ കൺസൾട്ടന്റ് ആ കമ്പനിയെ വിളിച്ച് സംസാരിച്ച്, ഇപ്പൊ സാലറിയാണ് നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നത്, ടൈം ഇഷ്യൂ ആണെങ്കിൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിച്ച് നിങ്ങൾ സക്സസ്ഫുൾ ആയി പ്ലേസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ്പയർ കേരള ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ പോലും മാനുവൽ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിലബസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കരിയറിലെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ജോബ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ജോബിൽ എങ്ങനെ ജോബ് കിട്ടും എന്നുള്ളത് പലർക്കും അവ്യക്തമാണ്. അവരെല്ലാവരും എക്സ്പീരിയൻസിലൂടെയാണ്. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോബിൽ പോകുന്നുണ്ടെങ്കിൽ ആ ജോബ് കിട്ടുന്നത് വരെ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ പഠിച്ചിട്ടാണ്. എക്സാമ്പിൾ, നമ്മൾ ഇന്റർവ്യൂ പോകുമ്പോൾ സെൽഫ് ഇൻട്രോ പറയും. അപ്പം ആദ്യം പോകുന്നവർക്ക് അതൊരു പുതുമയായിരിക്കും. അപ്പൊ നമ്മൾ അത് പഠിക്കും. ചിലപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ പാസ്സായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ജോലി കിട്ടിയാൽ. അപ്പൊ അത് പ്രിപ്പയർ ആകാത്തതുകൊണ്ടാണ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കോമൺ ആയിട്ട് ചോദ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് ഫെയിലായി മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ കമ്പനിക്കാർ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒരു വേക്കൻസി എങ്ങനെ അറിയാമെന്നുള്ളതിൽ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് സമയം പോകുന്നു. അപ്പൊ നിങ്ങളുടെ ടൈമും എഫേർട്ടും നിങ്ങൾ കുറച്ച് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ